വസുവിനെ ഓർമ്മയുണ്ടോ? എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ഫിലിമിലുള്ള വസു. ഈ ഇടയായ ഒരു ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് വസുവിനെ ഓർത്തു കാണുമല്ലേ? 12-കാരിയായ പെൺകുട്ടി വെറും 4 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തി. ഈ ന്യൂസ് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കായിട്ടുണ്ടാവല്ലേ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ വീഡിയോ ഞാൻ കാണേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ. എന്നാൽ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. എൻ്റെ മോൾക്ക് ഇപ്പോൾ 1 വയസ്സായി. 1 ഇയർ ബാക്ക് ഞാൻ മദർ അല്ലായിരുന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു കുട്ടീനായിട്ട് ഞാൻ ഭയങ്കര ബോണ്ടായിരുന്നു. അവളെ ഞാൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു, കാണാൻ പോകാറുണ്ടായിരുന്നു, സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പാമ്പർ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ബേബീനെ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവളെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് ഞാൻ കണ്ടില്ല. അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു സെക്കൻഡ് ചൈൽഡ് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചൈൽഡിന് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മളോട് അത്രയും ക്ലോസ് ആയിരിക്കുന്ന സിസ്റ്ററിൻ്റെ ബേബി ആയിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ ബേബി ആയിക്കോട്ടെ, അവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇതുവരെ കിട്ടിയ ലവും കെയറെല്ലാം അത് ഷിഫ്റ്റ് ആവോ, അത് കുറയോ എന്നൊക്കെ. പണ്ടത്തെ പാരൻസും ചൈൽഡും തമ്മിലൊരു ഫിയർ ബോണ്ടായിരുന്നു. ബട്ട് ഇപ്പം അതൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. എന്നിട്ടും ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുക എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവല്ലേ? ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത് ചിന്തിക്കാതമായ കാര്യമായിരിക്കും അല്ലേ? എങ്ങനെയാണ് സെക്കൻഡ് ബേബി വരുമ്പോൾ ഫസ്റ്റ് ചൈൽഡിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ന്യൂ മെമ്പർ വരുന്നുണ്ടെന്ന ന്യൂസ് കുട്ടിയോട് പൊതുവെ ഗ്രാൻഡ് പാരൻസോ റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും പറയുന്നത്. ബട്ട് അതങ്ങനെയല്ല വേണ്ടത്. പാരൻസ് തന്നെയാണ് ഈ ഹാപ്പി ന്യൂസ് കുട്ടിയോട് ഷെയർ ചെയ്യേണ്ടത്. നിന്റെ കൂടെ കളിക്കാൻ ഇനി ഒരാളും കൂടി വരുന്നുണ്ടെന്നോ, നിന്റെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി വരുന്നുണ്ടെന്നൊക്കെ ആ ഒരു എക്സൈറ്റ്മെന്റ് ന്യൂസ് അവരിൽ ഉണ്ടാക്കണം നമ്മൾ. പിന്നെ പൊതുവേ കാണാറുള്ളതാണ്, റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ കുട്ടിയോട് പറയും, ഇനി നിന്റെ അമ്മക്കും അച്ഛനക്കും അല്ലെങ്കിൽ ഉമ്മക്കും ഉപ്പക്കൊന്നും നിന്നെ ഇനി വേണ്ട, ബേബി വരുന്നുണ്ടല്ലോ, നിന്റെ സ്ഥാനം പോയി എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അവരിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. 9 months ഉണ്ട് നിങ്ങൾക്ക് ചൈൽഡിനെ പ്രിപ്പയർ ചെയ്യാൻ. ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്ട്രോങ് ഫാമിലി ബോണ്ട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ബേബിയുടെ ചില കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പാരൻസൊക്കെ ഫാദേഴ്സൊക്കെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അത് ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്താൽ അവർക്കൊരു ഇഗ്നോറൻസ് ഫീൽ ചെയ്യും. എൻ്റെ ഉമ്മ എന്താ എന്നെ ഇങ്ങനെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുന്നു എന്നൊരു ഫീലിങ്സ് അവരെ മൈൻഡിൽ ഉണ്ടാക്കും. പുതിയൊരു മെമ്പർ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഡ്രസ്സസ് എല്ലാം വാങ്ങിക്കും. അതുപോലെ തന്നെ എൽഡർ ചൈൽഡിനെ വാങ്ങിക്കണം. എന്നിട്ട് അവരോട് പുതിയ ബേബിക്കുള്ള ഡ്രസ്സസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറയണം. അതൊക്കെ അവരിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. മദേഴ്സ് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പൊതുവെ കുട്ടികളോട് പറയും, ഉമ്മപ്പ വരാട്ടോ, ഡോക്ടറെ കാണിച്ച് വരാന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യരുത്. മാക്സിമം അവരും കൂടെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുക. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരോട് പറയാം, ഞാൻ ബേബീനെ കൊണ്ടുവരാൻ പോവട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാം. ഇനി പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് അലാമിക് സൈൻ ഉണ്ട്. ഓൾറെഡി പോട്ടി ട്രെയിൻ ആയിട്ടൊരു കുട്ടിയിൽ ബെഡ് വെറ്റിങ് കാണുക, നെയിൽ ബൈറ്റിങ് കാണുക, തംസക്കിങ് കാണുക, ബേബിയുടെ പോലെ സംസാരിക്കുക, ക്രൗൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ ഫീഡിംഗ് ബോട്ടിലൊക്കെ യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് പാരൻസ് അതൊരു അലാമിക് സൈൻ ആയിട്ട് എടുക്കണം. അവർക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണം. അവരിൽ ഒരു സ്ട്രോങ് ഫാമിലി ബോണ്ട് ഉണ്ടാക്കണം. അവരെ കൊണ്ട് മനസ്സിലാക്കണം, ഇനി ഒരു പുതിയൊരാൾ വന്നാലും അവരോടുള്ള കെയറിങ്ങോ അവർക്കുള്ള സ്ഥാനമോ ഒരിക്കലും പോകുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് അവരിൽ വരുത്തണം. പൊതുവെ കാണാറുള്ളതാണ്, സെക്കൻഡ് ബേബീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചൈൽഡിനെ മാറ്റി നിർത്തണം എന്നൊക്കെ. ഇതൊക്കെ അവരിൽ ഭയങ്കരമായിട്ട് ഇഗ്നോറൻസ് ഉണ്ടാക്കും. സോ അവരെയും കൂടെ ഇരുത്തുക, അവരോടൊപ്പം സംസാരിക്കുക, ബേബിനെ പേർപ്പ് ചെയ്യാൻ പറയുക, ബേബിനെ വൈപ്പ് ചെയ്യാൻ പറയുക, ബേബിയുടെ ഓരോ ആക്ടിവിറ്റീസിലും അവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും.